ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാൾ കൂടി ഇന്നൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ്. ഇത് ശരിക്കും കുക്കിംഗ് മാത്രമല്ല, അപ്പോൾ എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു മെയ് 2. അവളുടെ 7th ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നമ്മളെല്ലാ പ്രാവശ്യം ബിരിയാണി മേടിക്കുന്നത് ഈ പ്രാവശ്യം നമ്മൾക്ക് വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് റെഡിയാക്കുന്നതാണ്. അപ്പോൾ ബീഫും പോർക്കും ഐസ് വിടാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന കാണണേ. പിന്നെ മീനാണത്. പിന്നെ മാങ്ങയുടെ പാത്രം തുറക്കാൻ നോക്കുന്നതാണ് കാണുന്നത്, പക്ഷെ പറ്റിയില്ല. അപ്പോൾ ഇത് മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് മീൻ കറിക്കുള്ള മീൻ. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ തലേദിവസം പ്രിപ്പയർ ചെയ്തിരുന്നു. പച്ചമുളക്, വെളുത്തുള്ളിയുടെ തുണ്ടൊക്കെ കളഞ്ഞ് വെച്ചു. പിന്നെ കുറച്ച് സവോളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കനാണെങ്കിലും ഫ്രൈ ചെയ്യാനുള്ള ചിക്കനിൽ മസാല എല്ലാം പുരട്ടി ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല, ഉപ്പ് ഇത്രയും മാത്രം പുരട്ടിയിട്ടാണ് നാരങ്ങ നീരും പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങാക്കറിയാണ്. അപ്പോൾ മാങ്ങാക്കറിക്ക് വേണ്ടി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 2 സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഞാൻ ഇവിടെ വെളിച്ചെണ്ണ കട്ടിയായിട്ടിരിക്കണ കാരണം കൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്, അത് കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ കറിക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കറിവേപ്പില ഇടുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ കയ്യിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ മസാലയുടെ കൂട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം, അല്ലെങ്കിൽ മുളക് കൊള്ളാറിനെ കൊണ്ട് കൈ നന്നായിട്ട് പുകയും. പിന്നെ നമുക്ക് ഗ്ലൗസ് ഇടുന്നവർക്ക് ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് തിരുമ്മിയ സവോളയും പച്ചമുളകും എല്ലാം നന്നായിട്ടൊന്ന് ഉടച്ച് എല്ലാം റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ ഇത് തിരുമ്മി പിടിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് റെഡി ആയിട്ടുണ്ടെന്ന്, കാരണം നല്ലൊരു സ്മെല്ല് വരും അതിനകത്തുനിന്ന്. അപ്പോൾ ഇതെല്ലാം തിരുമ്മി പിടിപ്പിച്ച ശേഷം നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. പൊടികളായിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മാത്രമാണ്. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്കൊരു 10-25 പേരുണ്ട് ബർത്ത്ഡേക്ക്. അപ്പോൾ അത്രയുള്ള വലിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പൊടികളെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് അതൊന്ന് തിരുമ്മി പിടിപ്പിക്കുക. അതെല്ലാം കൂടെ തിരുമ്മി പിടിപ്പിച്ചിട്ട് ഞാൻ ഒരു ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസി. നമുക്കത് ആ പൊടികളിട്ടുമ്പോൾ കുറച്ചുകൂടെ ഡ്രൈ ആവുമല്ലോ. അപ്പോൾ തിരുമ്മാനുള്ള എളുപ്പത്തിന് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മാങ്ങയിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനാഗിരിയും പുരട്ടി വെച്ചിരുന്നതാണ്, അല്ലെങ്കിൽ മാങ്ങ ഒരുപാട് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അത് കൂട്ടി ഒന്ന് തിരുമ്മിയിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന തേങ്ങാപ്പാൽ നമ്മുടെ തേങ്ങ അരച്ച് പിഴിഞ്ഞതല്ല, തേങ്ങയുടെ പൗഡർ കലക്കി വെച്ചേക്കുന്നത് ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കിയതാണത്. അപ്പോൾ അതുകൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി ചേർത്ത് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക, കറിക്ക് ആവശ്യത്തിനുള്ളത്. പിന്നെ നമ്മൾ ഇനി കറി വെന്ത് കഴിയുമ്പോൾ 1/4 പാലും കൂടെ ഒഴിക്കും. അപ്പോൾ അത് കണക്ക് കൂട്ടിയിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ. പിന്നെ കറി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ കറി ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വശത്തോട്ട് മാത്രമായിട്ട് ഇളക്കാൻ നോക്കുക. 2 വശത്തോട്ട് ഇളക്കി കഴിഞ്ഞാൽ കറി പിരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ഒരു സൈഡിലോട്ട് മാത്രം ഇളക്കി കൊടുക്കുക. അപ്പോൾ മാങ്ങയും സവോള എല്ലാം വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് തലപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തലപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഉള്ളത്, അധികം ഇത് ഇളക്കി കൂട്ടണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ആ തലപ്പാൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറുത്തിടാനായിട്ട് നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ വറ്റൽമുളകും പിന്നെ ഇട്ട് കൊടുക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചതും ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇത് 3ഉം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കുക. നമ്മുടെ കുഞ്ഞുള്ളി ഒരു നല്ല ഡാർക്ക് ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ എപ്പോഴും കറി ഭയങ്കര ഒരു മഞ്ഞപ്പിൽ ഇരിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടി അതിലിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് തീ ഓഫ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കത് കരിക്കാതെ പെട്ടെന്ന് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ആ കറിയിലോട്ട് അത് ഒഴിച്ചു കൊടുക്കാം. അതൊഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഈ മാങ്ങാക്കറിയൊക്കെ നമ്മളെപ്പോഴും കഴിക്കുന്നതിൻ്റെ തലേദിവസം ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതിൽ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് ഇളകിയിട്ടുണ്ടാവും. പിന്നെ അടുത്തത് ഉണ്ടാക്കുന്നത് നമ്മുടെ മീൻകറിയാണ്. മീൻകറിക്ക് പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മൺചട്ടി ഇത്രയും ക്വാണ്ടിറ്റിയിൽ മീൻകറി ഉണ്ടാക്കാനായിട്ടുള്ളത് വലിപ്പത്തിലുള്ളതില്ല. അപ്പോൾ ഞാൻ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ചെറിയ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഒന്ന് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള സവോള ഇട്ട് കൊടുക്കുക.
സവാള ഇട്ട് സവാള നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഓൾമോസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയിടാൻ മറന്നുപോയായിരുന്നു പിന്നെ അത് കണ്ടത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ ഞാൻ മറ്റേ നമ്മുടെ കടുകും ഉലുവയും കഴിഞ്ഞ് കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂപ്പിച്ചതിന് ശേഷമാണ് സവാള ഇട്ട് കൊടുക്കാറ്. ഞാൻ പക്ഷെ മറന്നുപോയി, അത് കഴിഞ്ഞപ്പോഴാണ് അത് ഓർത്തത്. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി അതിനെ ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട്. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് അതിലുള്ളത്. അപ്പോൾ നന്നായിട്ട് അത് മൊരിയിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിടുന്ന മീൻ ട്യൂണയാണ് കേട്ടോ. ട്യൂണയാണ് ഇടുന്നത്. ഈ സമയത്ത് ഞാൻ ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു 8-9 അല്ലി നമ്മുടെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് സവോള എല്ലാം നന്നായിട്ട് വഴണ്ടി കഴിയുമ്പോൾ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നമ്മുടെ എരിവുള്ളതും കാശ്മീരി മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയാണ് അതിലിട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അത് മൂക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. പൊടികൾ നന്നായിട്ട് മൂത്ത് വരണം, അല്ലെങ്കിൽ കറിക്കൊരു പച്ചച്ചോവ വരും. അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഞാനൊരു ഫുൾ തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ കറിയുടെ ക്വാണ്ടിറ്റി കയറ്റുമ്പോൾ വെള്ളത്തിന് പകരം ഇങ്ങനെ ഇതൊക്കെ അരച്ചൊഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കറിക്ക് കട്ടി ഫീൽ ചെയ്യും. നമ്മുടെ വാട്ടർ കൺസിസ്റ്റൻറ്റ് പോലെ ഇരിക്കാതെ കുറച്ചും കൂടെ തിക്കായിട്ട് ഫീൽ ചെയ്യും. അതിന് വേണ്ടിയാണ് നമ്മൾ തക്കാളി അരച്ചൊഴിച്ചത്. അപ്പോൾ ആ തക്കാളി നന്നായിട്ട് ഇളക്കി ചേർത്ത് ഒന്ന് ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന കുടംപുളി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്രമാത്രം കറി വേണോ അതിനനുസരിച്ചുള്ള വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് ആ കുടംപുളിയിൽ നിന്ന് കുറച്ച് വെള്ളമല്ലല്ലോ കുടംപുളിയിൽ നിന്ന് അതിൻ്റെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതെല്ലാം ഇറങ്ങി കഴിഞ്ഞിട്ട് വേണം നമുക്കതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാൻ. മീനാണെങ്കിലും അതിനകത്ത് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇച്ചിരി വിനാഗിരി ഒഴിച്ച് പുരട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ മീൻ കഷ്ണങ്ങൾ അങ്ങനെ പെട്ടെന്ന് പൊടിഞ്ഞു പോകില്ല നമ്മൾ ഇളക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ അതിലേക്ക് മീനിൻ്റെ പീസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീനെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ കഷ്ണങ്ങളെല്ലാം ഒന്ന് വെന്ത് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ പരിപാടികളൊക്കെ ഞാൻ തലേ ദിവസം ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. തലേ ദിവസം ചെയ്ത് വെക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് കാണാം എൻ്റെ ഫ്രണ്ട് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ആള് ഇറച്ചിയൊക്കെ നന്നാക്കി തരാൻ വേണ്ടി ഞാൻ ഒരു ഹെൽപ്പിന് വിളിച്ചതാണ് ആളെ. അപ്പോൾ ആൾ ഇറച്ചിയൊക്കെ അവിടെ നുറുക്കി തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറി ഒരു ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ചാറുണ്ട് അതിനകത്ത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചാറ് വറ്റിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തു വെച്ചു. ഒരുപാട് വറ്റിച്ചില്ല, കാരണം ഇത് കപ്പയ്ക്കുള്ള മീൻകറിയാണ്. അപ്പോൾ ഒരുപാട് ചാറ് വറ്റിക്കാൻ നിന്നില്ല. ഇനിയുള്ളത് നമ്മുടെ പോർക്ക് അരിഞ്ഞ് റെഡിയാക്കി വെച്ച് അതിനകത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കറിവേപ്പിലയും മാത്രമേ ഉള്ളൂ. അതെല്ലാം ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബീഫ് അരിയുന്നതാണ്. ബീഫും അരിയാനായിട്ടുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പോർക്ക് വെന്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. സെയിം മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ടില്ല, മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ വേവിക്കാൻ. അത് കഴിഞ്ഞ് കപ്പ വേവിച്ചെടുക്കാൻ ഞാൻ മറന്നുപോയി. കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട്. പിന്നെ അതേപോലെ ബീഫിനുള്ള കായ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മിക്സ് നമ്മുടെ പോർക്ക് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് മിക്സ് ചെയ്യാനുള്ളതാണ്, ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മിക്സ് ചെയ്യണതിന് മുന്നേ ഞാൻ ചിക്കൻ വറുക്കാൻ വെച്ച് എല്ലാം ഒരു വശത്തേക്കൂടെ നടന്നു പോകുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോർക്കിൻ്റെ മിക്സിലോട്ട് ഞാൻ ഇട്ടേക്കുന്നത് ഇതേപോലെ പെരിഞ്ജീരകം, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നമ്മുടെ വറ്റൽമുളക് പൊടിച്ചത്, ഉപ്പ്, നാരങ്ങ നീര്, പിന്നെ പാപ്രിക്ക നമ്മുടെ കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് പോർക്ക് പുരട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പോർക്ക് ഫ്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഉരുളിയിലാണ് ഫ്രൈ ചെയ്ത് തുടങ്ങിയത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അടി പിടിക്കുന്ന മാതിരി എനിക്ക് തോന്നി. അടി പിടിക്കുന്ന കാരണം കൊണ്ട് പിന്നെ ഞാൻ പയ്യെ അതിനെ ഉരുളിയിൽ നിന്ന് മാറ്റിയായിരുന്നു. അപ്പോൾ ഇത് ഫസ്റ്റ് സെറ്റ് പോർക്ക് ഫ്രൈ ചെയ്ത് വെച്ചതാണത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉരുളിയിൽ നിന്ന് മാറ്റി ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചു. ഇത് നോൺ സ്റ്റിക്ക് പാത്രമല്ല, പക്ഷേ എന്നാൽ നോൺ സ്റ്റിക്ക് പോലെ വർക്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനത്തെ ഒരു പാത്രമുണ്ട്, പക്ഷെ അതിൻ്റെ അടി പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 10 മണിയോടുകൂടി അന്നത്തെ പരിപാടി നിർത്തി. പിറ്റേ ദിവസത്തെയാണിത്. നമ്മുടെ ബീഫിനുള്ള അരപ്പ് റെഡിയാക്കുകയാണ്. അപ്പോൾ അരച്ച തേങ്ങ ഞാനിത് ഈ വീഡിയോ മുന്നിൽ ഇട്ടിട്ടുണ്ട്, ഈ കറി എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത്.
നമ്മുടെ അരച്ച തേങ്ങ വാങ്ങിച്ചിട്ട് അത് നന്നായിട്ട് വറുക്കണം. എനിക്ക് ചിരകിയ തേങ്ങ വറുക്കണൊക്കെ കുറച്ചൊരു എളുപ്പം തോന്നിയത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അത് നന്നായിട്ട് വറുക്കാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് 3 മാത്രമേ അതിനകത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് വറുത്ത് നല്ല ബ്രൗൺ കളറാവണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അരച്ച തേങ്ങ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളറ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യും. നമ്മുടെ പച്ചത്തേങ്ങ വറുക്കുന്നേക്കാളും എളുപ്പത്തിൽ നമുക്ക് ഈ അരച്ച തേങ്ങ വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കളർ ഇത് ഏകദേശം നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്ര വന്നു കഴിയുമ്പോൾ നമ്മൾ അതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. പൊടികൾ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ആ പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതെല്ലാം മിക്സ് ചെയ്ത് പൊടികൾ നന്നായിട്ട് വറുത്ത ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ ഇറച്ചിയും കായും ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇറച്ചിയും കായും വേവിച്ച് വെച്ചേക്കുന്നത് നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് സെറ്റാവാൻ വേണ്ടി വെക്കാം. ആ മസാല കൂട്ടുകളെല്ലാനും നമ്മുടെ കറിയിലേക്കൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇറച്ചിയും കായും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു എനിക്ക് തോന്നുന്നു ഒരു 3.5 കിലോ ഇറച്ചി ഉണ്ടെന്ന് തോന്നുന്നു. അതും അതിലേക്ക് ഒരു 5 കായാണ് അരിഞ്ഞിട്ടേക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചേക്കാണ്. ഇപ്പോൾ അതിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് മസാലയൊക്കെ അത്യാവശ്യം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കപ്പയിലോട്ടുള്ള മിക്സ് ആഡ് ചെയ്യണം. അപ്പോൾ കപ്പയിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് തേങ്ങയും പിന്നെ ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതും അതിൽ പിന്നെ കറിവേപ്പില ഇത്രയും കൂടെയാണ് അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് എടുക്കാൻ നോക്കുന്നത്. ഇത് ഇച്ചിരി കഷ്ടപ്പാടുള്ള പണിയായിരുന്നു കേട്ടോ. ഉടയ്ക്കുന്ന കയ്യിലൊക്കെ ഒന്ന് വളഞ്ഞു പോയായിരുന്നു അത് ചെയ്യാൻ നോക്കിയിട്ട്. അതുകൊണ്ട് കെട്ടിയവനാണ് അത് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പോർക്ക് ബാക്കി ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ പോർക്കിലോട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യാനുള്ള വറ്റൽമുളകും തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ ബാക്കി ഇരുന്നതും കൂടെ ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം നോൺ വെജല്ലേ, പേരിനൊരു പച്ചക്കറിക്ക് കുറച്ച് ക്യാബേജ് തോരനും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ക്യാബേജ് തോരനാണ് നമ്മുടെ ലാസ്റ്റത്തെ ഐറ്റം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ അതാ ചിക്കൻ ഫ്രൈ, മാങ്ങക്കറി, പിന്നെ ഇത് നമ്മുടെ കപ്പ കുഴച്ചത്, മീൻകറി, അതിൻ്റെ കൂടെ നമുക്ക് ചോറ് 2 ട്രൈ ചോറുണ്ടാക്കിയായിരുന്നു. ചോറുണ്ട്, പിന്നെ കായയും ബീഫും വെച്ചത്, പിന്നെ ഉള്ളത് പോർക്ക് ഫ്രൈ, ഇതെല്ലാം ഉണ്ട്. ഇത് നമുക്ക് ബർത്ത്ഡേയുടെ ജസ്റ്റ് ഒരു സൗകര്യത്തിൽ തന്നെ ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നതാണ് ഇനി കാണുന്നത്.